ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചുരിദാർ മെറ്റീരിയലായിട്ടാണ്. 5 മീറ്ററിൻ്റെ ഒരു മെറ്റീരിയലാണ്. അതായത് ടോപ്പും ബോട്ടും ഒരുമിച്ച് വരുന്ന ഒരേ ഡിസൈനിൽ വരുന്ന ഒരു പീസാണ്. ഇങ്ങനെ ഒരു മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മളിത് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം, അതായത് ഒട്ടും വേസ്റ്റേജ് വരാത്ത രീതിയിൽ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം. അതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ മെറ്റീരിയൽ എല്ലാം പർച്ചേസ് ചെയ്തത് ചാവക്കാടുള്ള കൂട് എന്ന ബുട്ടിക്കിൽ നിന്നാണ്. ജാം സാറ്റിൻ എന്നാണ് മെറ്റീരിയലിൻ്റെ പേര്. കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സാറ്റിൻ പോലെ ഷൈനിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കുമെന്ന്. എന്നാൽ അങ്ങനെയല്ല, ഒട്ടും തന്നെ ഗ്ലോസി ടൈപ്പ് അല്ല. നമുക്ക് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് തുണിയെ നമുക്കിവിടെ ടേബിളിൽ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കാം. അതായത് ഒട്ടും മടക്കാതെ തന്നെയാണ്, ഫുള്ളായിട്ട് നിവർത്തിയിടാം. തുണിയുടെ ഉൾഭാഗമാണ് ഞാനിവിടെ വിരിച്ചിട്ടിരിക്കുന്നത്. മേലേക്ക് വരുന്ന രീതിയിൽ വിരിച്ചിട്ടുള്ളത്, കാരണം നമ്മളെ മാർക്കിംഗ് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ബാക്കി വരുന്ന ഭാഗം നമ്മൾ ചെയറിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ടോപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. എനിക്ക് വേണ്ട ലെങ്ത്ത് 48 ആണ്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് സീം അലവൻസും പിന്നെ ഒരു 1/2 ഇഞ്ച് മേൽഭാഗം ലെവൽ ചെയ്യാനായിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ 50 ഇഞ്ചിലാണ് നമുക്ക് മാർക്കിംഗ് കൊടുക്കേണ്ടത്. എന്നിട്ട് 50 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് തുണിയെ നമുക്ക് താഴേക്ക് മടക്കണം. ഇതുപോലെ താഴേക്ക് മടക്കണം. അതായത് 50 ഇഞ്ചിൻ്റെ 2 പീസ് നമുക്ക് കിട്ടണം. ഒന്ന് ഫ്രണ്ട് പീസും 2 ബാക്ക് പീസും. അങ്ങനെ അതുപോലെ നമ്മൾ 2 ആക്കി മടക്കിയിടുക. ഇപ്പം ഞാനിവിടെ തുണിയെ 2 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇതുപോലെ മടക്കിയിടുക. ഇപ്പം നമ്മൾ തുണിയെ നീളത്തിൽ മടക്കിയിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വീതിക്ക് മടക്കണം. നമ്മൾ സാധാരണ 4 മടക്കിലിട്ടിട്ടല്ലേ തുണി കട്ട് ചെയ്തെടുക്കൽ, അതുപോലെ തന്നെ നമുക്ക് വീതിക്ക് ഇനി മടക്കി കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ മെഷർമെൻ്റ് എടുക്കേണ്ടത് ആവശ്യമുണ്ട്. അതിന് ശേഷം മെഷർമെൻ്റ് അനുസരിച്ചിട്ട് വേണം നമുക്ക് വീതി കട്ട് ചെയ്തെടുക്കാൻ. ഇതിൽ ഏത് അളവാണോ കൂടുതൽ വരുന്നത് എന്ന് നോക്കാം. ഓൾമോസ്റ്റ് എല്ലാവർക്കും ബോട്ടം വിഡ്ത്ത് തന്നെയായിരിക്കും കൂടുതൽ വരുന്നത്. അതായത് ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് 13 ആണ്. അതിൻ്റെ കൂടെ 2-3 ഇഞ്ച് കൂടുതൽ എടുത്ത് മാർക്ക് ചെയ്യുക. ആക്ച്വലി നമ്മൾ 1 ഇഞ്ച് എടുത്താലും മതി, എന്നാലും ഒരു കരുതലിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2-3 ഇഞ്ച് കൂടുതൽ എടുക്കുന്നത്. എന്നിട്ട് അതനുസരിച്ചിട്ട് മെറ്റീരിയലിന് നമുക്ക് വീതിക്കൊന്ന് മടക്കി കൊടുക്കണം. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 44 ഇഞ്ച്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ടോപ്പിൻ്റെ ബോട്ടം വിഡ്ത്ത് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത് തന്നെ മാർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ 1 ഇഞ്ച് കൂടുതലിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതനുസരിച്ചിട്ട് ആ വീതിക്ക് അനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ തുണിയെ നമ്മൾ 4 ആക്കി മടക്കിയിട്ടു. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 13 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ, അപ്പോൾ 15 ഇഞ്ചിലാണ് ഞാൻ മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മടക്കിലെ വീതിയാണ് 15. അങ്ങനെ 4 മടക്കാക്കി നമ്മൾ ഇട്ടിട്ടുണ്ട്.
ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. താഴ്ഭാഗത്തും മേൽഭാഗത്തും 15 ഇഞ്ച് തന്നെ ഇല്ലേന്നൊന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ടോപ്പിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് അതിൽ നിന്ന് ഒരു 9 ഇഞ്ച് വീതി വരുന്ന ഒരു വലിയൊരു പീസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് ഉപകരിക്കാൻ പറ്റുന്ന ഒരു പീസ് തന്നെയാണ്. അടുത്തതായി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അതിന് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ തുണിയെ നിവർത്തി ടേബിളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കേണ്ടത് നമ്മളെ സ്ലീവിൻ്റെ വണ്ണാണ് അറിയേണ്ടത്. അതെടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ആം ഹോൾ എത്രയാണോ ആ ആം ഹോളിൻ്റെ കൂടെ 3 ഇഞ്ച്, അതായത് 3 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്, ആ 3 ഇഞ്ച് കൂട്ടുക. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 10 ആണ്. ആ 10 ആണ് എൻ്റെ സ്ലീവിൻ്റെ വീതി എന്ന് പറയുന്നത്. അങ്ങനെ 10 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ നിന്ന് ഒരു മടക്കും കൂടി നമുക്ക് തുണിയെ മടക്കി കൊടുക്കാം നീളത്തിൽ. ഇപ്പം നീളത്തിൽ മടക്കി കഴിഞ്ഞു. ഇനി നമ്മൾ അത് ഒന്നും കൂടി വീതിക്ക് മടക്കി കഴിഞ്ഞാൽ നമുക്ക് 2 സ്ലീവ് റെഡിയായി കിട്ടും. ഞാനിവിടെ സ്ലീവിൻ്റെ ലെങ്ത് ഒന്നും ഇപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല. ഇപ്പം നമുക്ക് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി ബാക്കി വരുന്നത് 2 മീറ്റർ മെറ്റീരിയലാണ്. 44 ഇഞ്ച് വീതിയുള്ള 2 മീറ്റർ മെറ്റീരിയലാണ്. ഇത് നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.